ഹായ് ഹലോ എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രാത്രി 11:45 ഒരു കേക്ക് ഫിനിഷ് ചെയ്യാൻ പോവാണ്. ആ ഗ്ലാസ് കണ്ട ആരും ഒന്നും ചോദിക്കരുത്, അത് കട്ടൻ ചായയാണ്. സത്യം, മദർ പ്രോമിസ്, അത് കട്ടൻ ചായ തന്നെയാണ്. കാരണം വേറെ നിവൃത്തിയില്ല, പറഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്ന കുറച്ച് ആളുകൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ മിക്ക ആളുകളും എന്നെ വളരെ അടുത്തറിയാവുന്ന ആളുകൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കമൻറ്റുകൾ ഏത് രീതി വരും എന്ന്, അല്ലെങ്കിൽ വാട്സപ്പിൽ എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, എനിക്ക് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കമൻ്റ് ഇല്ല. അതേപക്ഷം ആ വീഡിയോയുടെ കമൻറ്റ് എനിക്ക് വാട്സപ്പിലാണ് ഇടുന്നത്. ഞാൻ പറയും പോയി അവിടെ ഇടുമെന്ന് പറയാറുണ്ട്, പക്ഷെ ആരും അങ്ങനെ മെനക്കെട്ട് പോയി അവിടെ ഒരു ലൈക്ക് പോലും ഇടാത്ത ആളുകൾ എനിക്കുണ്ട്. അപ്പം എനിക്കതിനെ പരാതിയൊന്നുമില്ല കേട്ടോ. എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നത്. ഒരിക്കലും അതൊരു 1K സബ്സ്ക്രൈബർ ആവും എന്ന് വിചാരിച്ചൊന്നും അല്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പം ഞാനൊരു എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് അതിനൊരു എന്താ പറയുക, അങ്ങനെ ഒരു വീഡിയോ പാറ്റേൺ ഞാൻ അങ്ങനെ കൊണ്ടുപോകാത്തത്. അപ്പോൾ എന്തായാലും ഈ കേക്ക് എനിക്ക് ഓർഡർ തന്നത് ജിജി ഹോസ്പിറ്റലിലെ നഴ്സാണ്. എൻ്റെ അപ്പച്ചിയുടെ മോള്, സേതു അപ്പച്ചിയുടെ മോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ എനിക്ക് അവിടെ കുറേ ഓർഡറുകൾ കിട്ടാറുണ്ട്. അവിടെ എന്ത് ഫംഗ്ഷൻ, അതായത് ആ ഒരു ബേസിൽ എന്ത് കാര്യങ്ങളും ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാൽ മാളു എനിക്കാണ് എന്നെ വിളിച്ചാൽ ഓർഡർ തരുന്നത്. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് കേക്കാണ്. ഈ ഫോട്ടോ പ്രിൻ്റ് എടുത്തത് ഞാൻ ശാസ്തമംഗലത്ത് നിന്നാണ്, ബേക്കിംഗ് ഹബ്ബിൽ നിന്നാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് വെക്കുവാണ്. കാരണം ഈ നമ്മുടെ ആ റൗണ്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ടല്ലോ, അവിടെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്ത് സെപ്പറേറ്റ് പ്രിൻ്റ് അതിൻ്റെ കൂടെ തന്നെ എടുക്കും. അല്ലെങ്കിൽ അത്രയും സ്ഥലം നമുക്ക് വേസ്റ്റ് അല്ലേ, അങ്ങനെ എടുക്കും. നല്ല ക്ലാരിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഭയങ്കര ഈസി ആയിട്ട് ഇളകി വരും. ഇത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ ശനിയാഴ്ച എടുത്തിട്ട് വന്നേ, കാരണം ഞായറാഴ്ച ഷോപ്പ് അവധിയാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ഈ കേക്ക് കൊടുക്കണം. വേറൊരു കാര്യം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കേക്ക് മറന്നുപോയിരുന്നു ചെയ്യാനായിട്ട്. തലേദിവസത്തെ കേക്ക് ചെയ്തിട്ട് വന്നപ്പോൾ ഞാൻ മറന്നുപോയി. അപ്പോൾ രാത്രി ഒരു 7 മണിയായപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പോയി മുട്ട മേടിച്ചുകൊണ്ട് വന്ന് കേക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അതാ രാത്രി 11:30 ചെയ്ത് വെച്ചത്. ബാക്കി രാവിലെ ഫോട്ടോ പ്രിൻ്റ് ഒട്ടിച്ചാൽ മതി. ഫോട്ടോ പ്രിൻ്റ് ഒട്ടിച്ച് ഈ ഒരു ചെറിയൊരു ഡിസൈനും ചെയ്യണമായിരുന്നു. ഞാൻ രാവിലെ ഒരു 2 മണിയായപ്പോൾ തൊട്ട് ഇവിടെ കറണ്ടില്ല, വെളുക്കെ കറണ്ടില്ല. രാവിലെ എഴുന്നേറ്റ് വന്ന സമയത്ത് കറണ്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കേക്ക് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ മുട്ടം മണി കിട്ടിയേനെ. അതുപോലെ തന്നെയാണ് എനിക്ക് ഉച്ചയ്ക്ക് 12:30 ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ആ കേക്കും ഞാൻ എന്തോ ഭാഗ്യത്തിന് ചെയ്തു വെച്ചിരുന്നു. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.